ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ പഠനം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ കൃതിയുടെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശിവന്റെ പ്രസാദാത്മകമായ ഭാവങ്ങളെ സ്തുതിക്കുന്ന 5 പദ്യങ്ങളടങ്ങുന്ന ഒരു സ്തോത്രകാവ്യമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം. ഭക്തിയും ദാർശനികതയും എഴുകിച്ചേർന്നതും ഗാനാത്മകത തുളുമ്പി നിൽക്കുന്നതും രസാനുഭൂതി പകർന്നു നൽകുന്നതുമായ ഒരു ഉത്കൃഷ്ട സ്തോത്രകാവ്യമാണിത്. ത്യാഗമൂർത്തിയായ ശിവനിൽ അലിഞ്ഞു ചേർന്നു ലൗകിക വിരക്തി സമാർജിച്ച് ജീവിതം ധന്യമാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭക്തിയും വൈരാഗ്യവും ഒരേ നാണയത്തിൻ്റെ 2 മുഖങ്ങൾ പോലെയാണ്. ഭക്തിയുടെ അഭാവത്തിൽ വൈരാഗ്യത്തിനും വൈരാഗ്യത്തിൻ്റെ അഭാവത്തിൽ ഭക്തിക്കും അർത്ഥമില്ല. യോഗാത്മകമായ ബന്ധമാണ് ഇവയ്ക്ക് തമ്മിലുള്ളത്. രണ്ടും ചേരുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ഉലകവാഴ്വിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന ക്രിയാശക്തിയെയാണ് ഗുരുദേവൻ ശൈവ തത്വപ്പൊരുളായി ദർശിച്ചത്. പ്രായോഗിക അദ്വൈതബോധം മനസ്സിൽ ഉറപ്പിച്ചെടുക്കാൻ പര്യാപ്തമായ രചനകളാണ് ഗുരുകൃതങ്ങളായ ശിവസ്തോത്രകൃതികളെല്ലാം. ഭവനാടകമാടുന്ന അരുംപൊരുളായിട്ടാണ് ഈ കൃതിയിൽ ഗുരുദേവൻ ശിവനെ വാഴ്ത്തിയിരിക്കുന്നത്. അരിയ പൊരുൾ അഥവാ പ്രിയപ്പെട്ട പൊരുൾ എന്നാണ് അരുംപൊരുളിൻ്റെ വാഗർത്ഥം. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവതത്വ പൊരുളിൻ്റെ മംഗളാത്മക പ്രഭാവത്തെ പ്രസാദാത്മകതയോടുകൂടി ദർശിക്കുന്ന ജ്ഞാനയോഗികൾക്ക് മാത്രമേ ആ പരംപൊരുളിനെ അരിയ പൊരുളായി വാഴ്ത്തി സ്തുതിക്കാൻ സാധിക്കൂ. ലൗകിക വിരക്തിയും ശിവഭക്തിയും ഒരുപോലെ ഉറച്ചു കിട്ടണമേ എന്ന പ്രാർത്ഥനയാണ് ഈ കൃതിയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി ആമുഖമായി അറിഞ്ഞിരിക്കുന്നത്. ഇനി ഗുരുദേവകൃതമായ ശിവപ്രസാദ പഞ്ചകം ആലപിച്ചുകൊണ്ട് ഈ ആമുഖ പഠന ക്ലാസ് ഉപസംഹരിക്കാവുന്നതാണ്. ശിവപ്രസാദ പഞ്ചകം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. പൊരുളെന്നുമുടമ്പടുമക്കളുയർ തിരളെന്നുമിതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കൊടിക്കുമരും കൊടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി നീ. ഗളമുണ്ടു കറുത്തതു നീകരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധി കളമുണ്ടൊരു കൊണ്ടലൊടത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്കുനഹി. കനിവെന്നിലിരുത്തിയ അനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേകുക നീ. ഇനി നമുക്ക് ഗുരുകൃതമായ ശിവപ്രസാദ പഞ്ചകത്തിലെ 1ാമത് പദ്യത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം.
ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവ, നന്മ പ്രദാനം ചെയ്യുന്നവനെ. ശങ്കര, ശങ്കര, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനെ. ശർവ, സംഹാരമൂർത്തേ. ശരണ്യ, ശരണ, അഭയം നൽകുന്നവനെ. വിഭോ, സർവവ്യാപിയായി വിരാജിക്കുന്നവനെ. വിശേഷരൂപത്തിൽ ഭവിച്ചവനെ എന്നും ഇതിനർത്ഥമുണ്ട്. ഭവസങ്കടനാശ, സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനെ. കവിസന്തതി, സന്തതവും തൊഴും, കവി പരമ്പരയിൽപ്പെട്ടവർ എല്ലായ്പ്പോഴും നമിക്കുന്ന. ഭവനാടകമാടും എൻ അരുംപൊരുളേ, ഭവനാടകമാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അരിയ പൊരുളേ. ശിവ പാഹി, ശിവനെ രക്ഷിച്ചാൽ. ഈ പദ്യത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: നന്മ മാത്രം പ്രദാനം ചെയ്യുന്നവനും മംഗളകാരിയും സംഹാരമൂർത്തിയും സർവശരണ്യനും വിഭുവും സംസാര ദുഃഖങ്ങളെയെല്ലാം നിവാരണം ചെയ്യുന്നവനും കവി പരമ്പരകളാൽ നിരന്തരം നമിക്കപ്പെടുന്നവനും ഭവനാടകമാടി വിരാജിക്കുന്നവനുമായ അരിയ പൊരുളേ, ശിവനെ രക്ഷിച്ചരുളിയാലും. വിവിധങ്ങളായ ശൈവഭാവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പഞ്ചകം സമാരംഭിക്കുന്നത്. ശിവൻ, ശങ്കരൻ, ശർവൻ, ശരണ്യൻ, വിഭു, ഭവസങ്കടനാശനൻ എന്നീ പദങ്ങളെല്ലാം ശിവപര്യായങ്ങളാണ്. ശിവത്തെ, അതായത് നന്മയെ പ്രദാനം ചെയ്യുന്നവനാണ് ശിവൻ. വിശ്വവിധാനീയതയിലെ ആകവേയുള്ള സ്ഥൈതിക മേന്മയുടെ ആകത്തുകയാണ് ശിവം. പ്രകൃതിയ സർവ്വജീവജാലങ്ങളും പരസ്പരം അന്നങ്ങളാണ്. ഏതു സമയത്തും അന്യജീവികളാൽ തിന്നു കാഷ്ടിക്കപ്പെട്ടു പോകുന്നവയാണ് സർവ ജീവശരീരങ്ങളും. വസ്തുത ഇതാണെങ്കിലും ജീവിവർഗങ്ങളെല്ലാം സമർത്ഥമായ അതിജീവന കലയുടെ സഹായത്താൽ അന്യം നിന്നു പോകാതിരിക്കുന്നു. ശൈവപ്രഭാവത്താലാണ് ഇത് സാധിതമായി തീരുന്നത്. ശംകരൻ എന്ന് ശങ്കരൻ എന്ന പദത്തെ നമുക്ക് ഇഴപിരിക്കാം. ശം, അതായത് മംഗളം പ്രദാനം ചെയ്യുന്നവനാണ് ശങ്കരൻ. ശൈവസംഹാരം മംഗളാത്മകമാണ്. അങ്ങനെയാണ് ശിവന് ശങ്കരഭാവം സംസിദ്ധമായി തീരുന്നത്. കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാകുന്ന ജൈവിക പ്രക്രിയയെ മംഗളാത്മകമായ ശൈവസംഹാര തത്വം മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തമായിട്ടാണ് വേദാന്തികൾ പഠിപ്പിച്ചു തരുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമ്പോൾ മുട്ടയുടെ സ്വത്വം നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുമ്പോൾ മുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞിൻ്റെ രൂപഭാവങ്ങളിലേക്കുള്ള അവസ്ഥാന്തരം മാത്രമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഇത്തരത്തിലാണ് ശൈവസംഹാരം ശംകരമായി ഭവിക്കുന്നത്. ശർവൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സംഹാരമൂർത്തി എന്നാണ്. സമ്യക്കായ വിശ്വഘടന നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഹരണമാണ് സംഹാരം. അത് വിശ്വവിധാനീയതയിലെ അനിവാര്യത മാത്രമാണ്. ശൈവതത്വപ്പൊരുളിലെ സർവപ്രഭാവത്തെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ശരണം പ്രാപിക്കുന്നവരെ എല്ലാം അഭയം നൽകി രക്ഷിക്കുന്ന പ്രഭുവാണ് ശരണ്യൻ. ഭയമില്ലാത്ത നിലയെയാണ് അഭയം എന്ന് പറയുന്നു.
മരണഭയമാണ് ഭയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭയം. ജനനത്തിൻ്റെ അനുപൂരകമായി മരണത്തെ കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് മരണഭയമുണ്ടാകുന്നത്. വാഴ്വ് ഉൽപ്പത്തി വൃദ്ധിക്ഷയാത്മകമായ വിധാനീയ സത്യമാകുന്നുവെന്ന്, അത് സ്വയം സംഭവ്യമായ പ്രതിഭാസമാകുന്നുവെന്ന്, ആർക്കും അവരവരുടെ ഇച്ഛാനുസരണം ജനനമരണങ്ങളെ വരിക്കാൻ സാധ്യമല്ല എന്നും അറിയുന്നവരെ മരണഭയം തീണ്ടുകയില്ല. ശൈവതത്വത്തെ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയായി മനസ്സിലാക്കാൻ സാധിച്ചാൽ സർവം ശിവമയം എന്ന ആനുഭൂതിയ ജ്ഞാനത്താൽ മനസ്സ് പ്രോജ്വലിതമായി തീരുന്നതാണ്. അതോടെ സർവഭയങ്ങളും വിട്ടൊഴിയുകയും ജീവിതം ശാന്തിപൂരിതമായി ഭവിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് ശിവതത്വത്തിലെ സർവശരണ്യ പ്രഭാവത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വിശേഷജ്ഞാനമായതുകൊണ്ടാണ് ശിവനെ വിഭുവായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭവസങ്കടനാശനൻ കൂടിയായി ശിവനെ ഗുരുദേവൻ വാഴ്ത്തിയിരിക്കുന്നു. സർവ ദുഃഖങ്ങളുടെയും ആകത്തുകയാണ് ഭവസങ്കടം. ജീവിതം സുഖ-ദുഃഖ സമ്മിശ്രങ്ങളായ അനുഭവങ്ങളുടെ നൈരന്തര്യമാണ്. സുഖദുഃഖങ്ങൾ ആപേക്ഷികങ്ങളാണ്. ശിവേച്ഛയുമായി, അതായത് പ്രകൃതിയുടെ ഇച്ഛയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണമായി ഭവിക്കുന്നത്. പ്രകൃതിയുടെ ഇച്ഛകളുമായി സമരസപ്പെട്ടു ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സർവ്വദുഃഖങ്ങളും നമ്മെ വിട്ടൊഴിയും. യോഗാത്മക ബുദ്ധി പ്രകാശിപ്പിച്ചെടുത്താൽ, യോഗീശ്വരൻ കൂടിയായ ശിവന്റെ പ്രസാദത്താൽ ജീവിതം പ്രസാദാത്മകമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ലോകനിയതികളെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി മുന്നേറുന്നതിനെയാണ് യോഗാത്മകമായ ബൗദ്ധിക വൃത്തി എന്ന് പറയുന്നത്. യോഗാത്മക ബുദ്ധിയെ ഉണർത്തിയെടുത്ത് മുന്നേറാൻ പ്രാപ്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അരുംപൊരുളായ സൃഷ്ടിന്മുഖ സംഹാര ധർമ്മത്തിൻ്റെ നിഷ്പക്ഷ വിലാസം മാത്രമായി ജീവിതത്തെ കാണാൻ പ്രയാസമില്ല. ഭവനാടകമാടുന്ന അരുംപൊരുളായി ശിവനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവം ശിവമയം എന്ന തത്വസാക്ഷാത്കാരവും സാധിതമായി തീരുന്നതാണ്. ശിവോഹം എന്ന ആനുഭൂതിക ബോധനിലയിൽ എത്തിച്ചേരാനും പിന്നെ പ്രയാസമില്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒന്നാമത് പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പദ്യത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പൊരുളെന്നുമുടമ്പൊടു മക്കളുയർത്തിരളെന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാത പൊതിഞ്ഞു പിടിപ്പതു നീ. പൊരുളെന്നുമുടമ്പൊടു മക്കളുയർത്തിരളെന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാത പൊതിഞ്ഞു പിടിപ്പതു നീ. പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയിർത്തിരളെന്നും, പൊരുളെന്ന് പറഞ്ഞാൽ ധനം എന്നും, ഉടമ്പോട് ശരീരത്തോട് കൂടിയവനെന്നും, മക്കൾ ഉയിർത്തിരളെന്നും മക്കളൊക്കെ ഉള്ളവനെന്നും ഉള്ള. പിന്നെ ഈ ഉയിർത്തിരൾ എന്ന് മാത്രം പറയുമ്പോൾ ജീവിതാഐശ്വര്യങ്ങളെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എനിക്ക് ധനമുണ്ട്, ഞാൻ ശരീരത്തോട് കൂടിയവനാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ജീവിതാഐശ്വര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഇതൊക്കെ ഈ വക വിചാരങ്ങളെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. കരളീന്ന് കളഞ്ഞ് ഈ വക ചിന്തകളെ ഒക്കെ മനസ്സിൽ നിന്നും തൂത്തുകളഞ്ഞ് കരിംകടലിൽ പുരളാതെ, കറുത്ത സംസാര സാഗരത്തിൽ നനഞ്ഞു കുതിർന്നു പോകാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്
നീയാണ്. ഈ പദ്യത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ഭഗവാനെ, സമ്പത്തെന്നും ശരീരമെന്നും മക്കളെന്നും ജീവിതാഐശ്വര്യങ്ങളെന്നും ഒക്കെയുള്ള ചിന്തകൾ അനർത്ഥകരങ്ങളാണ്. ഈ വക വിചാരങ്ങളെല്ലാം മനസ്സിൽ നിന്നും തൂത്തെറിഞ്ഞ് അജ്ഞാനാന്ധകാരമയമായ ജീവിതക്കടലിൽ വീണു വലയാതെ ചേർത്തു പിടിച്ചു രക്ഷിക്കുന്നത് നീയാണ്. മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി തീർക്കുന്നത് അവൻ്റെ മനനശേഷിയാണ്. ജീവിതത്തിന് ആധ്യാത്മികവും ഭൗതികവുമായ 2 തലങ്ങളുണ്ട്. സർവ്വ ജീവജാലങ്ങളും പരസ്പരം അന്നങ്ങളായാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അനുഭവ പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനനം മുതൽ മരണം വരെ അതിജീവന മത്സരത്തിൽ ഏർപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യൻ അവൻ്റെ സുരക്ഷയിൽ ജാഗരൂകനാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ധാരണകളും സ്വന്തക്കാരെന്നും ബന്ധുക്കളെന്നും അന്യരെന്നും ശത്രുക്കളെന്നുമൊക്കെയുള്ള ചിന്തകളും മനുഷ്യരെ സ്വാർത്ഥമതികളാക്കി തീർക്കുന്നു. അതിൻ്റെ ഫലമായി സ്വശരീരരക്ഷയിലും ബന്ധുമിത്രാദികളുടെ ക്ഷേമത്തിലും ശ്രദ്ധാലുക്കളായിത്തീരുന്ന മനുഷ്യർ അവരുടെ ലൗകിക ജീവിതം ഭദ്രമാക്കി തീർക്കാനുള്ള മാർഗങ്ങളിൽ വ്യാപൃതരായിത്തീരും. ജീവിതം സുഖകരമാക്കി തീർക്കുന്നതിന് ഭൗതിക സമ്പത്തുക്കൾ അധീനപ്പെടുത്തിയാലേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ പ്രകൃതി സമ്പത്തുകളെ അധീനപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും. അതിനുവേണ്ടി എന്ത് ക്ലേശങ്ങളും അനുഭവിക്കാൻ അവൻ തയ്യാറാണ്. തനിക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന സകലതിനെയും അനുകൂലമാക്കി തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹവും ക്ലേശഭരിതവുമായിത്തീരും. തൻ്റെയും സ്വന്തക്കാരുടെയും ജീവിതം സുഖകരമാക്കി തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യൻ സുഖത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവനെ കൊടിയ ദുഃഖങ്ങളിൽ തള്ളിയിടുന്നു എന്നുള്ളതാണ് സത്യം. കർമ്മബന്ധം, സ്നേഹപാശബന്ധം, സാമൂഹിക ബന്ധം, രാഷ്ട്രീയ ബന്ധം, ആശയബന്ധം, ഋണബന്ധം എന്നിങ്ങനെ ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും പട്ടിക നീണ്ടു പോകും. ബന്ധനങ്ങൾ പലപ്പോഴും അടിമത്തമായും പരിണാമപ്പെടാറുണ്ട്. ശാന്തിയും സമാധാനവും തകർക്കാൻ മാത്രമേ ബന്ധനങ്ങൾ സഹായിക്കൂ. അവസാനം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ, അല്ലെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നൊന്ന് ആത്മപരിശോധന നടത്തി നോക്കിയാൽ നിരർത്ഥകതയും നിരാശയുമായിരിക്കും ഫലം. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനുള്ള ഏക മാർഗമായി ശിവസാക്ഷാത്കാരം ഉപദേശിക്കപ്പെട്ടിരിക്കും. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയാൽ നടത്തപ്പെടുന്നതാകുന്നു ജീവിതം എന്ന ബോധം ഹൃത്തിൽ ഉറപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ജീവിതം സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കും എന്നാണ് ഈ പദ്യത്തിൽ ഉപദേശിച്ചിരിക്കുന്നത്. ഈ പദ്യത്തിന് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട്. മക്കളെന്നും സ്വന്തക്കാരെന്നും അന്യരെന്നും ശത്രുക്കളെന്നുമൊക്കെയുള്ള ബോധം ആപേക്ഷികങ്ങളാണ്. വ്യവസ്ഥാപിത ജീവിതക്രമം ഉള്ളിടത്തു മാത്രമേ ഇതിനൊക്കെ പ്രസക്തിയുള്ളൂ. കുടുംബജീവിതത്തിന് പ്രസക്തിയില്ലാത്തിടത്ത് മാതാപിതാക്കൾ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ, ഭാര്യാഭർത്താക്കന്മാർ തുടങ്ങിയ വിവക്ഷകൾക്കൊന്നും സ്ഥാനമില്ല. സമഷ്ടിയിലല്ല ജീവിത മൂല്യങ്ങൾ സ്വന്തം ബന്ധങ്ങൾക്ക് അതീതമാണ്. എന്നാൽ ഈ അതീത സത്യത്തെ മാത്രം മുറുകെ പിടിച്ചു ജീവിച്ചാൽ ലൗകിക ജീവിതം സുഖകരമാക്കി തീർക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാണ്. താത്വികജ്ഞാനവും ലൗകികജ്ഞാനവും സമന്വയിപ്പിച്ചാൽ മാത്രമേ ജീവിത മൂല്യങ്ങളുടെ യഥാർത്ഥ മൂല്യസ്വരൂപത്തെ സാക്ഷാത്കരിച്ചെടുക്കാൻ സാധിക്കൂ. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയായി ലോകവാഴ്വിനെ നോക്കിക്കാണാനും ആ ക്രിയാശക്തിയിൽ നിന്നും അന്യമല്ല താൻ എന്ന ബോധം ഉറപ്പിച്ചെടുക്കാനും ശൈവോപാസന സഹായകമായി ഭവിക്കും എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. ശൈവതത്വപ്പൊരുളിലെ പ്രസാദാത്മകത തന്നെയാണ് ഇവിടെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ഈ പദ്യത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത് പദ്യത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി നീ. പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി നീ. പിടിപെട്ട് ലൗകിക ബന്ധങ്ങളിൽ കുടുങ്ങി പുരണ്ടു മറിഞ്ഞ് അതിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് പിണക്കുടിയിൽ ജഡശരീരമാകുന്ന, പിണമെന്ന് പറഞ്ഞ ശവമെന്നാണ്, അങ്ങനെയുള്ള ശരീരമാകുന്ന കുടിയിൽ കുടികൊണ്ട് അതുമായി താതാത്മ്യപ്പെട്ട് ഗുണങ്ങളോടും കുടികൊണ്ട് സത്വരജസ് തമോ ഗുണപ്രഭാവിതരായി കുടിക്കും അരുംകുടി നീർ കുടിച്ചു മതിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട രസനീര് അടിയോട് തട്ടിക്കളഞ്ഞ് തട്ടിക്കമിഴ്ത്തിക്കളഞ്ഞ് അകത്തു നിറഞ്ഞിരി നീ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക. ഈ പദ്യത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ലൗകിക ബന്ധങ്ങളിൽ കുടുങ്ങി അതിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് ജഡശരീരവുമായി താതാത്മ്യപ്പെട്ട് ഗുണപ്രഭാവിതമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന രസനീർ നിറയ്ക്കപ്പെട്ട പാത്രം അടിയോടുകൂടി തട്ടിമറിച്ച് അതിനുള്ളിൽ നീ നിറഞ്ഞിരിക്കുക. ശൈവതത്വ പൊരുളിലെ പ്രസാദാത്മകതയെ ഊതിത്തെളിക്കുന്ന ദാർശനിക ബുദ്ധി ശൈവസാക്ഷാത്കാര സാധനയിൽ അഭിരമിക്കുന്നതിൻ്റെ ഭാവചിത്രമാണ് ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത്. നമ്മുടെ ഭൗതിക ശരീരം ജഡാത്മകമാണ്. പഞ്ചമഹാഭൂത സംഘാതമായ ശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്നത് പഞ്ചപ്രാണങ്ങളുടെയും അന്ധകരണ ചതുഷ്ടയത്തിൻ്റെയും പ്രഭാവിത വൃത്തികളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേഹോഹ ചിന്ത ഇല്ലാതായിത്തീരുന്നതാണ്. പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു. ഇത്രയും ഭാഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമുക്കൊന്ന് മനനം ചെയ്തു നോക്കാം. സാധാരണ മനുഷ്യജീവിതത്തെ ദാർശനികമായി ഗുരുദേവൻ ഇവിടെ അപഗ്രഥനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുക. ഇതര ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കി തീർക്കുന്നത് അവൻ്റെ മനനസിദ്ധിയാണ്. മനനസിദ്ധി ജന്മനാ സംസിദ്ധമാണെങ്കിൽ എല്ലാ മനുഷ്യരിലും ആ സിദ്ധി ഒരുപോലെ തെളിഞ്ഞു പ്രകാശിക്കുകയില്ല. ശൈവസിദ്ധാന്തപ്രകാരം മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവികളും പശുക്കളാണ്. സർവരുടെയും രക്ഷകൻ പശുപതിയായ ശിവന്. പശുപദവിയിൽ നിന്നും പശുപതീ പദവിയിലേക്കുള്ള ഉയർച്ചയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. ഈ പദവി കയറ്റം സ്വയമേവ സംഭവിക്കുന്നതല്ല. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവതത്വപ്പൊരുളിലെ പ്രസാദാത്മക ഭാവങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുന്ന മനുഷ്യന് മാത്രമേ പശുപതീ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. അതിന് മുമ്പുള്ള അവൻ്റെ അവസ്ഥയാണ് ഈ പദ്യത്തിൽ ഗുരുദേവൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ വികൃതികളിലെ, അതായത് വിശേഷണയുള്ള കൃതികളിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ് പ്രജനനം. നൈസർഗികമായ ജീവിത ചോദനയാൽ, നൈസർഗികമായ ജൈവിക ചോദന എന്ന് പറയാം. അങ്ങനെയുള്ള ആ ജൈവിക ചോദനയാൽ സംഭവിക്കുന്ന ഇണചേരലാണ് സർവ്വജീവജാലങ്ങളിലും പ്രജനന ഹേതുകമായി വർത്തിക്കുന്നത്. പ്രജനനം സ്വാഭാവികമായി നടക്കുന്നതിന് വേണ്ടി പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ജൈവിക യാന്ത്രികതയാണ് പ്രജനനത്തിന് ഹേതുകമായി വർത്തിക്കുന്നത്.
പ്രകൃതി സഹജമായ ഇണചേരൽ നടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജാണ്ഡങ്ങളുടെ സംയോജന ഫലമായി ഭ്രൂണം ഉരുവപ്പെടും. ഭ്രൂണം ഉരുവപ്പെട്ടാൽ ഉടൻ തന്നെ അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടും. ശരീരം ജഡാത്മകമാണ്. മാതാപിതാക്കളുടെ ശരീരങ്ങളിലെ സപ്തധാതുക്കളിൽ നിന്നാണ് ബീജാണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ധാതുനഷ്ടമാണ് ബീജാണ്ഡങ്ങളുടെ ഉൽപ്പാദനത്തിനും ഭ്രൂണ രൂപീകരണത്തിനും കാരണമായി ഭവിക്കുന്നത്. ആ ലാഭനഷ്ടങ്ങൾ അഥവാ ധാതുനാശവും ഭ്രൂണ രൂപീകരണവും സൃഷ്ടിന്മുഖ സംഹാരാത്മകമാണ്. താത്വികമായി വിചാരം ചെയ്തറിയുമ്പോൾ ശൈവതത്വപ്രഭാവങ്ങളിലെ പ്രസാദാത്മകതയാണ് ജീവാങ്കുരണമായി ഭവിക്കുന്നത്. പ്രകൃതികൃതമായ ജൈവിക വിധാനീയതയിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ചോദനയുടെ പിടിയിൽപ്പെട്ട് ജഡാത്മകമായ മാതൃശരീരത്തിൽ പുരണ്ടുമറിഞ്ഞ ബീജാണ്ഡങ്ങൾ ഭ്രൂണമായി ഉരുവപ്പെട്ട് മാതൃഗർഭത്തിൽ നിക്ഷേപിക്കപ്പെടുകയും അവിടെ കിടന്ന് പരിണാമങ്ങൾക്ക് വിധേയപ്പെടുകയും ശിശുവായി പുറത്തു വരികയും ചെയ്യുന്ന മനുഷ്യൻ്റെ ആവിർഭാവ ചിത്രമാണ് പിടിപെട്ടു പുരണ്ടുമറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു എന്ന് വാങ്മയമായി ഗുരുദേവൻ കോറിയിട്ടിരിക്കുന്നത്. പിണം എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജഡം എന്നാണ്. ജഡാത്മകമായ മാതൃശരീരത്തിലെ ആന്തരിക അവയവമായ ഗർഭപാത്രവും ജഡാത്മകം തന്നെയാണ്. മാതൃശരീരത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന ആത്മജ്യോതിസ്സു തന്നെയാണ് ഗർഭസ്ഥ ശിശുവിനെയും ചൈതന്യവത്താക്കി തീർക്കുന്നത്. ഗർഭസ്ഥിതനായ ശിശുവിൻ്റെ പൊക്കിൾക്കൊടിയിലൂടെ ആകിരണം ചെയ്യപ്പെടുന്ന മാതൃശരീരത്തിലെ പ്രാണമയ കോശങ്ങളും അന്നമയ കോശങ്ങളും ജ്ഞാനമയ കോശങ്ങളുമാണ് ശിശുവിൻ്റെ സ്വത്വ നിർണയത്തിന് ആധാരമായി വർത്തിക്കുന്നത്. പ്രകൃതീകൃതമായ സൃഷ്ടിന്മുഖ സംഹാരാത്മക ധർമ്മമാണ് അവിടെ നടക്കുന്നത്. ശിവയോഗി കൂടിയായിരുന്ന ഗുരുദേവൻ ആ പ്രക്രിയയെ ശൈവതത്വത്തിലെ പ്രസാദാത്മക പ്രഭാവമായി വാഴ്ത്തിയിരിക്കുന്നു. ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി എന്ന് പിണ്ടനന്ദി എന്ന കൃതിയിലും ഗുരുദേവൻ ഈ രഹസ്യത്തെ വിചാരം ചെയ്തു വാഴ്ത്തിയിട്ടുണ്ട്. മാതൃശരീരത്തിലെ കോശനഷ്ടങ്ങളും ഊർജനഷ്ടങ്ങളും ശിശുവിൻ്റെ ശരീരത്തിലെ കോശപ്പെരുക്കങ്ങൾക്കും ഊർജലബ്ധിക്കും സഹായകമായി പരിണാമപ്പെടുന്നതുകൊണ്ടാണ് ഗർഭസ്ഥ ശിശു വളർച്ച മുറ്റി പിറന്നു വീഴുന്നത്. അങ്ങനെ പിറന്നു വീഴുന്ന ശിശുവിൻ്റെ പിണക്കുടിവാസം അതോട് അവസാനിക്കും. പിന്നീടുള്ള അവൻ്റെ കുടികൊള്ളൽ അല്ലെങ്കിൽ അവൻ്റെ വാസം ഗുണപ്രഭാവിതമാണ്. ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കും അരുംകുടിനീരടിതട്ടി അകത്തു നിറഞ്ഞിരിനീ എന്നീ വരികളിൽ അക്കാര്യമാണ് ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യപ്രകൃതം ത്രിഗുണാത്മകമാണ്. സാത്വികം, രാജസം, താമസം ഇവയാണ് ത്രിഗുണങ്ങൾ. ശുദ്ധ സാത്വികന്മാരായും ശുദ്ധ രാജസന്മാരായും ശുദ്ധ തമോ ഗുണന്മാരായും മനുഷ്യരിൽ ആരും തന്നെയില്ല. ത്രിഗുണങ്ങളുടെ വ്യത്യസ്തങ്ങളായ ആപേക്ഷിക ചേരുവകളാണ് ഓരോ മനുഷ്യരിലുമുള്ളത്. എന്നിരുന്നാലും ത്രിഗുണങ്ങളുടെ ആപേക്ഷിക ചേരുവകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ സാത്വിക ഗുണപ്രധാനന്മാർ, രാജസ ഗുണപ്രധാനന്മാർ, താമസ ഗുണപ്രധാനന്മാർ എന്നിങ്ങനെ 3 വിഭാഗക്കാരായി തിരിക്കാവുന്നതാണ്. സാത്വിക ഗുണം അധികരിച്ചു നിൽക്കുന്ന മനുഷ്യർ സത്വഗുണപ്രധാനന്മാരാണ്. സത്വഗുണപ്രധാനന്മാരിൽ ഒരു കൂട്ടർക്ക് താമസ ഗുണം തീരെ കുറവായിരിക്കും. മറ്റൊരു കൂട്ടരിൽ രാജസഗുണമായിരിക്കും കുറഞ്ഞു നിൽക്കുന്നത്. രാജസഗുണം ഏറിയും തമോ ഗുണം തീരെ ശോഷിച്ചും വർത്തിക്കുന്ന സത്വഗുണപ്രധാനന്മാരും ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ശോഭിക്കുന്നവരായിരിക്കും.
തികഞ്ഞ സത്യസന്ധത, നിഷ്പക്ഷത, ശുഭകാംക്ഷ, ലോകനന്മയിലുള്ള നിരന്തരമായ ശ്രദ്ധ, പ്രവർത്തനങ്ങളിലുള്ള ശുഷ്കാന്തി തുടങ്ങിയ സദ്ഗുണങ്ങൾ ഇക്കൂട്ടരെ ലോക ആരാധ്യന്മാരാക്കി ഉയർത്തും. തമോ ഗുണം ഏറി രജോ ഗുണം ശോഷിച്ചും വർത്തിക്കുന്ന സാത്വിക ഗുണപ്രധാനന്മാർ തമോ ഗുണ സ്വാധീനത്താൽ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഇകഴ്ത്തപ്പെട്ടു പോകാറുണ്ട്. തമോ ഗുണാധിക്യത്താൽ സ്വാർത്ഥ താൽപര്യാഭിവൃദ്ധി കാക്ഷിക്കുന്നതാണ് അതിന് കാരണം. അഷ്ടൈശ്വര്യാദി സിദ്ധികളിൽ അഭിരമിക്കുന്നവരും സിദ്ധികളെ ധനാർജന മാർഗമാക്കി മാറ്റുന്ന സിദ്ധന്മാരും പക്ഷപാതപരമായി വിധികൽപ്പന നടത്തുന്ന ന്യായാധിപന്മാരും ചാരവൃത്തി നടത്തുന്ന സൈന്യാധിപന്മാരുമൊക്കെ താമസ ഗുണാഭിപ്രേരിതരായി കർമ്മമണ്ഡലങ്ങളിൽ അധപ്പതിച്ചു പോകുന്ന സത്വഗുണപ്രധാനന്മാർ തന്നെയാണ്. അടിസ്ഥാനപരമായി സത്വഗുണാഭിപ്രേരിതരായാൽ പോലും രജോ ഗുണ ശോഷണത്താൽ താമസഗുണ സ്വാധീനത്തിൽപ്പെട്ടുപോയാൽ ജീവിതത്തിൽ പ്രശോഭിക്കാതെ പോകും. രാജസഗുണപ്രധാനന്മാരിൽ രജോ ഗുണ പ്രഭാവമായിരിക്കും ഏറി നിൽക്കുക. അക്കൂട്ടരിൽ തമോ ഗുണ ശോഷണമുള്ളവർ സൽഭരണാധിപന്മാരും നേതാക്കളും മാർഗദർശികളും രാജ്യസ്നേഹികളും ലോകനന്മ കാക്ഷിക്കുന്നവരുമൊക്കെ ആയിരിക്കും. വ്യവസായം, കൃഷി, വാണിജ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇക്കൂട്ടർ തിളക്കമുള്ള നേതൃപദവികൾ അലങ്കരിക്കുന്നവരായി ഭവിക്കും. സത്വഗുണ പ്രധാനന്മാരുമായി ചേർന്ന് പ്രവർത്തിച്ച് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലും സാഹിത്യം, കല തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കത്തക്ക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലും ഇക്കൂട്ടർ വിജയിക്കുന്നതാണ്. നവോത്ഥാന പ്രവർത്തനങ്ങൾ, ആചാര പരിഷ്കാരങ്ങൾ, സാമൂഹിക ഉദ്ധാരണ പ്രവർത്തനങ്ങൾ മുതലായവയിലും രജോ ഗുണപ്രധാനന്മാർ സത്വഗുണപ്രധാനന്മാരുമായി ചേർന്ന് പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നവരായി ഭവിക്കും. സത്വഗുണ ശോഷണത്താലും തമോ ഗുണ പോഷണത്താലും രജോ ഗുണ പ്രധാനന്മാരിലും ധാർമ്മിക ച്യുതി സംഭവിക്കാറുണ്ട്. പരനാരി വീഴ്ച, ചൂതാട്ടം, ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം തുടങ്ങിയ ദുർശീലങ്ങൾ തമോ ഗുണാഭിപ്രേരണയാൽ രാജസഗുണക്കാരെ അധപ്പതിപ്പിക്കും. തമോ ഗുണം അധികരിച്ചു നിൽക്കുന്നവരാണ് തമോ ഗുണപ്രധാനന്മാർ. അവിദ്യയുടെ സ്വാധീനത്താൽ ദേഹപൂജകന്മാരായും തൻപോരിമയുള്ളവരായും ക്രൂരന്മാരായും നീചന്മാരായും ചതിയന്മാരായും ഇക്കൂട്ടർ സ്വയം പരിണാമ വിധേയരായിത്തീരും. താമസഗുണപ്രധാനന്മാരിൽ രജോ ഗുണം ഏറി നിന്നാൽ അക്കൂട്ടർ ദുഷ്പ്രഭുത്വത്തിന് അടിപ്പെട്ടു പോകും. ആതങ്കവാദികളും മതതീവ്രവാദികളും രാഷ്ട്രീയ തീവ്രവാദികളും വിഘടനവാദികളുമൊക്കെ രജോ ഗുണം എഴുതി നിൽക്കുന്ന താമസ ഗുണപ്രധാനന്മാരാണ്. നാശോന്മുഖവും ഋണാത്മകവുമായ ചിന്തകളാൽ ഭരിക്കപ്പെടുന്നവരാണ് തമോ ഗുണപ്രധാനന്മാർ. അങ്ങനെയുള്ളവരിൽ സാത്വിക ഗുണപ്രഭാവമുള്ളവരാരുമില്ലാതില്ല. പുരാണ കഥാപാത്രമായ രാവണൻ ഒരു ഉദാഹരണമാണ്. മേൽവിവരിച്ച പ്രകാരമെല്ലാം ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ അഭിപ്രേരണകളുടെ ആകത്തുകയാണ് അരും കുടിനീർ എന്ന് ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അരും കുടിനീരിന് അരിയ, അതായത് പ്രിയപ്പെട്ട കുടിനീറൊന്നും അരും കൊല്ലയ്ക്കു സമാനമായ ഹീനാന്ത്യത്തിലേക്ക് നയിക്കുന്ന കുടിനീർ എന്നും അർത്ഥം പറയാവുന്നതാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കളുടെ ഉപഭോഗം ദാരുണാന്ത്യത്തിലേക്ക് നയിക്കുന്നത് പോലെ ത്രിഗുണങ്ങളിലെ ഋണാത്മക പ്രേരണകളാൽ അഭിപ്രേരിതരായി പോകുന്നവർ നശിച്ചു പോകും. വാഴ്വ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്നും പ്രേയസ്സും ശ്രേയസ്സും നേടിയെടുക്കാനും ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കാനും ശൈവ തത്വപ്പൊരുളിലെ പ്രസാദാത്മക ഭാവാനുഗ്രഹം കൂടിയേ തീരൂ എന്നും മനസ്സിലാക്കി ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്
ഈ ശ്ലോകത്തെ, ഈ പദ്യത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി 4-ാമത് പദ്യത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. ഗളമുണ്ടു കറുത്തതു നീ കേരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്കുനഹി. ഗളമുണ്ടു കറുത്തതു നീ കേരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളമുണ്ടൊരു സീമ നിനക്കുനഹി. കൃപാനിധിയെ, കൃപയുടെ നിധിശേഖരമേ, നീ ഗരളം കളമുണ്ടതുകൊണ്ട്, നീ കാളകൂടവിഷം ഭക്ഷിച്ചതുകൊണ്ട്. ഗരളം കളം എന്ന് പറയുന്നതിന് കാളകൂടം എന്നർത്ഥമാണ് എടുക്കേണ്ടത്. ഗളമുണ്ട് കറുത്തത്, കറുത്ത കഴുത്തു നിനക്കുണ്ട്. കളമുണ്ടൊരു, ഇതിലൊരു കളം, അവിടെ ആ കളം എന്നുള്ളതിന് ഗൂഢരഹസ്യം അല്ലെങ്കിൽ നിഗൂഢാർത്ഥം എന്നർത്ഥം. ഇതിനൊരു നിഗൂഢാർത്ഥമുണ്ട്. കൊണ്ടലടൊത്ത കടൽക്ക് അളവുണ്ട്, കാർമേഘസമം കറുത്ത കടലിന് അളവുണ്ട്. ഒരു സീമ നിനക്കുനഹി, നിനക്ക് അപ്രകാരമുള്ള അതിരുകളൊന്നും ബാധകമല്ല. ഈ പദ്യത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: കൃപാനിധേ, നീ കാളകൂടവിഷം പാനം ചെയ്തതുകൊണ്ട് നിനക്ക് നീല നിറമുള്ള കഴുത്തുണ്ട്. എന്നാൽ ഈ ഭാവകൽപ്പനയിലൊരു നിഗൂഢതയുണ്ട്. കാർമേഘ സമാനമായ കരിങ്കടലിന് ഒരളവുണ്ട്. നിന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം അതിരുകൾ അല്ലെ അളവുകൾ, മാനങ്ങൾ ഒന്നും തന്നെയില്ല. ശിവനെ നീലകണ്ഠനായാണ് പുരാണങ്ങളിൽ വാഴ്ത്തിയിരിക്കുന്നത്. കാളകൂട വിഷം പാനം ചെയ്തതുകൊണ്ടാണ് ശിവൻ നീലകണ്ഠനായി ഭവിച്ചതെന്നൊരു കഥയുമുണ്ട്. പാലാഴി മഥന കഥയെ പരാമർശിച്ചുകൊണ്ട് ശിവതത്വപ്പൊരുളിലെ പ്രസാദാത്മകതയുടെ അളവറ്റതും അവാച്യവുമായ പെരുമയാണ് ഗുരുദേവൻ ഇവിടെ വാഴ്ത്തിയിരിക്കുന്നത്. പുരാണങ്ങളിൽ സംഹാരമൂർത്തിയായി ചിത്രീകരിച്ചിരിക്കുന്ന ശിവനെ ഗുരുദേവൻ കൃപാനിധിയെ എന്ന് വാഴ്ത്തിക്കൊണ്ടാണ് പാലാഴി മഥന കഥ പരാമർശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ചിന്തോദ്ദീപകമാണ്. പാലാഴി ഒരു സാങ്കല്പിക സമുദ്രമാണ്. അതുകൊണ്ട് തന്നെ പാലാഴി മഥന കഥയും സാങ്കല്പികം തന്നെയാണ്. പാലാഴി മഥന കഥാസാരം മനസ്സിലാക്കാതെ ഗുരുകൃതമായ ഈ പദ്യത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് പുരാണപ്രോക്തമായ പാലാഴി മഥന കഥയുടെ സംക്ഷിപ്തം ഞാനിവിടെ പറയാം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് ഒരു ദിവ്യ പുഷ്പഹാരം സമ്മാനിച്ചു. ആ ദിവ്യഹാരം ദേവേന്ദ്രൻ സ്വന്തം വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ചാതി. ആ പുഷ്പഹാരത്തിൽ കൊരുത്തിരുന്ന പൂക്കളുടെ ഗന്ധം ആ പരിസരമാകെ വ്യാപിച്ചു. തേൻതുമ്പികൾ ധാരാളമായി പറന്നുപറ്റി. അവയിൽ ചിലവ ഐരാവതത്തിൻ്റെ കാതുകളിലും കണ്ണുകളിലും കുത്തിനോവിക്കുകയും വട്ടമിട്ട് മുരണ്ടു പറക്കുകയും ചെയ്തു. സഹികെട്ട ഐരാവതം ആ മാല തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി അരച്ചു. ആ കാഴ്ച കണ്ട് ദുർവാസാവ് ക്ഷുഭിതനായി. ദേവേന്ദ്രന് നേരെ തിരിഞ്ഞ മഹർഷി ആക്രോശിച്ചു. ഹേ ഇന്ദ്ര, നീ നമ്മെ അപമാനിച്ചു. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. നീയും നിന്റെ പ്രജകളായ ദേവന്മാരും അനുഭവിച്ചു പോന്ന അമരത്വത്തെപ്പറ്റി, അമരത്വ പദവി നിങ്ങൾക്കിന്നു മുതൽ നഷ്ടപ്പെടുന്നതാണ്. കമണ്ഡലുവിൽ നിന്നും ഉള്ളങ്കയിൽ വീഴ്ത്തിയ ജലം മന്ത്രിച്ച് ഇന്ദ്രന് നേരെ എറിഞ്ഞ ശേഷം മഹർഷി നടന്നത്. ശാപഗ്രസ്തരായി തീർന്ന ദേവന്മാരെല്ലാം ജരാനരകൾ ബാധിച്ച് അവശന്മാരായി ഭവിച്ചു. ഇന്ദ്രന്റെ നേതൃത്വത്തിൽ അവർ മഹാവിഷ്ണുവിനെ ചെന്നുകണ്ട് സങ്കടം അറിയിച്ചു. വിഷ്ണു ബ്രഹ്മാവും ശിവനുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം
പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭുജിച്ചാൽ ജരാനര വീണ്ടെടുക്കാം എന്ന് ദേവന്മാരെ ഉപദേശിച്ചു. പാലാഴി ഒറ്റയ്ക്ക് കടയാൻ ദേവന്മാർ ശക്തരായിരുന്നില്ല. അവർ അസുരന്മാരുമായി സഖ്യമുണ്ടാക്കി കടഞ്ഞു കിട്ടുന്ന അമൃതിൻ്റെ പകുതി വാഗ്ദാനം ചെയ്ത് പാലാഴി മഥനം തുടങ്ങി. മന്ധരപർവ്വതം അടർത്തിയെടുത്ത് അവർ കടകൊല്ലാക്കി. കോൽക്കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും തിരഞ്ഞെടുത്തു. മഥനം തുടർന്നപ്പോൾ വേദന സഹിക്കാതെ വാസുകി കാളകൂടം കക്കി. അത് ഭൂമിയിൽ പതിച്ചാൽ സർവനാശമുണ്ടാകുമെന്നറിയാമായിരുന്ന ശിവൻ കാളകൂടം ഉള്ളന്തയിൽ സ്വീകരിച്ച് മോന്തി. ആ രംഗം കണ്ട് ഭയവിഹുലയായി തീർന്ന പാർവതി ഓടിച്ചെന്ന് ശിവന്റെ തൊണ്ടയിൽ ഞെക്കിപ്പിടിച്ചു. ആ വിഷം അവിടെ ഉറഞ്ഞുകൂടുകയും ശിവന്റെ കഴുത്ത് കരിനീലിക്കുകയും ചെയ്തു. അന്നു മുതലാണ് ശിവൻ നീലകണ്ഠനായി തീർന്നതെന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കും. പുരാണകഥകളെല്ലാം അന്യാപദേശ മറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള കഥകളാണ്. ഈ കഥയെയും അതുപോലെ തന്നെ ഒരു അന്യാപദേശ കഥയായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പാലാഴി മഥനകഥ ഒരു ചരിത്രകഥയല്ല, അന്യാപദേശ മറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണിത്. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും ആശയബിംബ പ്രതീകങ്ങളാണ്. ദേവപദത്തിൻ്റെ വാഗർത്ഥം ജ്ഞാനസ്വരൂപത എന്ന ദേവന്മാർ ജ്ഞാനസ്വരൂപന്മാരാകുന്നു എന്ന് സാരം. മനുഷ്യരിലെല്ലാം ദേവാംശവും അസുരാംശവുമുണ്ട്. ത്രിഗുണാത്മികയായ മനുഷ്യപ്രകൃതിയാണ് മാനുഷം, ദേവം, ആസുരം എന്നിങ്ങനെ മൂന്നായി പിരിഞ്ഞു വിരാജിക്കുന്നത്. മനുഷ്യരിൽ ജ്ഞാനേന്ദ്രിയങ്ങളായാണ് ദേവാംശം കുടികൊള്ളുന്നത്. ഉപനിഷത്തുക്കളിൽ ദേവപദം ഇന്ദ്രിയ പര്യായമായും ഇന്ദ്രപദം ഇന്ദ്രിയദ്വാരാ സംസിദ്ധമായ ജ്ഞാനാനന്ദ പര്യായമായും പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യമിതാണ്. പാലാഴി മഥനത്തിന് ഹേതുകമായ പശ്ചാത്തല സന്ദർഭത്തിൽ അരങ്ങേറിയ നാടകത്തെ അന്യാപദേശം മറ നീക്കി വ്യാഖ്യാനിച്ചറിയുമ്പോൾ അതൊരു ആശയവാദപരമായ സമസ്യയുടെ കലാപരമായ ആവിഷ്കാരമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഐരാവതത്തെ ദേവേന്ദ്രൻ്റെ വാഹനമായ വെള്ളാനയായിട്ടാണ് പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ദിവ്യവസ്തുക്കളിലൊന്നായും ഐരാവതം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഐരാവതം പാലാഴി മഥന ഹേതുവായി പറയപ്പെട്ടിരിക്കുന്നതിലെ പൊരുത്തക്കേടും ചിന്തോദീപകമാണ്. ഋഷി എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജ്ഞാനദർശി എന്ന. മഹാനായ ജ്ഞാനദർശിയാണ് മഹർഷി. ഇന്ദ്രിയ ആരാമ പദവിയാണ് ദേവേന്ദ്രന് കൽപ്പിച്ചു നൽകപ്പെട്ടിട്ടുള്ളത്. ദുർവാസാവിനാൽ സമ്മാനിക്കപ്പെട്ട ദിവ്യഹാരം ജ്ഞാനപുഷ്പങ്ങൾ കോർത്ത് ചമച്ച ജ്ഞാനഹാരമായിരുന്നു. ആ ദിവ്യഹാരത്തെ സ്വവാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അണിയിച്ച ഇന്ദ്രന്റെ പ്രവൃത്തി ദേഹാഭിമാനിയായ ഒരു ലൗകിക പ്രഭുവിൻ്റെ വിഷയഭോഗവാസനാജന്യമായി. ഒരു ദൃഷ്ടാന്ത നാടക രംഗാവിഷ്കാരത്തിലൂടെ സുകൃതികൾ പോലും പ്രകൃതിയുടെ വികൃതികൾക്ക് അടിപ്പെട്ട് വിഷയാസക്തികളിൽ മുങ്ങിപ്പോകുന്നതിൻ്റെ ഭാവചിത്രമാണിവിടെ വരഞ്ഞിട്ടിരിക്കുന്നത്. ജ്ഞാനസുഹൃതത്താൽ അമൃതത്വം നേടിയ ദേവേന്ദ്രൻ്റെ പതനകഥ തികച്ചും ദൃഷ്ടാന്തപരമായി മൂല്യനവീകരണം ചെയ്തറിയണം എന്ന ആഹ്വാനമാണ് ഗുരുദേവൻ പാലാഴി മഥനകഥാ പരാമർശത്തിലൂടെ നൽകിയിരിക്കുന്നത്. അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ വിഹാരവേദികയാണ് പാലാഴി. അതൊരു പ്രതീക സാഗരമാണ്. വാസുകി ശിവന്റെ കണ്ഠാഭരണമാണെന്നും പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. നാഗങ്ങളും സർപ്പങ്ങളും കാലപ്രതീകങ്ങളാണ്. സർപ്പപദത്തിന് ഇഴയുന്നത് എന്നും നാഗപദത്തിന് ചലിക്കാത്തത് എന്നുമാണ് അർത്ഥം. നാഗം കാലത്തിൻ്റെ അനാദിമധ്യാന്ത പൊരുളിനെ, സർപ്പം കാലനൈരന്തര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്.
സൃഷ്ടിസ്ഥിതിലയാത്മകമായ വാഴ്വിൻ്റെ അമേയ വൈഭവത്തെ ശൈവ വൈഷ്ണവ ബ്രാഹ്മ തത്വപ്പൊരുളുകളുടെ സമന്വയ വിസ്മയമായി പാലാഴി മഥന കഥയിൽ ദൃഷ്ടാന്തീകരിച്ചിരിക്കും. വാസുകിയും കാളകൂടവും പാലാഴിയും ശിവന്റെ കാളകൂടപാനവും എല്ലാം ദൃഷ്ടാന്ത കൽപ്പനകൾ മാത്രമാണ്. കളമുണ്ടൊരു കൊണ്ടരൊടൊത്ത കടൽക്ക് അളവുണ്ട് ഒരു സീമ നിനക്കുന്ന ഹീ എന്നാണ് ഈ പദ്യത്തിൻ്റെ രണ്ടാം പകുതിയിൽ അത്ഭുത രൂപേണ ഗുരുദേവൻ വാഴ്ത്തിയിരിക്കുന്നത്. കടലിൻ്റെയും കാർമേഘത്തിൻ്റെയും കാർനീല നിറം വ്യാജമാണ്. നീരാവിയുടെ ഘനസമൃദ്ധിയാണ് കാർമേഘത്തിന് കാർനീലവർണ്ണം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. മേഘം പെയ്തിറങ്ങുമ്പോൾ സ്ഫടികവർണ്ണത്തോടുകൂടിയ ജലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ആഴക്കടൽ കരിനീല നിറമുള്ളതായി തോന്നുമെങ്കിലും കടൽ വെള്ളം കോരിയെടുത്ത് നിരീക്ഷിച്ചാൽ സ്ഫടിക ജലമാണ് അതിലുള്ളതെന്ന് കാണാവുന്നതാണ്. ഈ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ശൈവതത്വപ്പൊരുളിലെ പ്രസാദാത്മകതയിലെ അനന്തവ്യാപ്തിയുടെയും പരപ്പിൻ്റെയും മാനങ്ങളെയാണ് ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പുരാണകർത്താക്കൾ അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ശിവസ്വരൂപ വർണ്ണനകളെല്ലാം ദൃഷ്ടാന്ത പ്രധാനങ്ങളും പ്രതീകാത്മകങ്ങളുമാകുന്നു എന്നാണ് ഗുരുദേവൻ കാവ്യഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുരാണ കഥകളിലെയും വിഗ്രഹ സങ്കല്പങ്ങളിലെയും ശിവനല്ല യഥാർത്ഥ ശിവനെന്നും സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയിലെ പ്രസാദാത്മക വൈഭവമായി തന്നെ ശിവനെ സാക്ഷാത്കരിക്കണം എന്നുമാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇനി ഈ കൃതിയിലെ അഞ്ചാമത്തെയും അവസാനത്തേതുമായ പദ്യത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. കനിവെന്നിലിരുത്തി അനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുകമീ. കനിവെന്നിലിരുത്തി അനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുകമീ. കനിവ്, ആർദ്രത, ദയ, വാത്സല്യം, സ്നേഹം എന്നീ അർത്ഥങ്ങളാണ് ഈ പദത്തിനുള്ളത്. എന്നിൽ ഇരുത്തി, എന്നിൽ ആവോളം ചൊരിഞ്ഞ്, അനങ്കരസക്കനി തട്ടിയെറിഞ്ഞ്, കാമരസാനുഭൂതിയാകുന്ന പഴം എന്നിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച്, കരം കഴുകി, കൈ മലിനവിമുക്തമാക്കി, തനിമുക്തി പഴുത്ത്, ശുദ്ധമുക്തി പരിപക്വമായി തീർന്ന് ചൊരിഞ്ഞൊഴുകും ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കനകക്കൊടിയേ, കനകലതേ, കനകവള്ളി, കഴലേകുക നീ, നിന്റെ പാദം ആശ്രയമായി തന്നാലും. ഈ പദ്യത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ഭഗവാനെ, എന്നിലാവോളം കനിവ് ചൊരിഞ്ഞ്, കാമരസാനുഭൂതിയാകുന്ന പഴം എന്നിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച്, എൻ്റെ കൈകളെ മലിനവിമുക്തമാക്കി ശുദ്ധമുക്തി പരിപക്വമായി തീർന്ന പഴങ്ങളോടുകൂടിയതും വളർന്നു പടർന്നുകൊണ്ടിരിക്കുന്നതുമായ കനകലതയായി പരിലസിക്കുന്ന നിന്റെ പാദങ്ങളിൽ അഭയം തന്ന് എന്നെ രക്ഷിച്ചാൽ. തനിമുക്തി പഴുത്ത് ചൊരിഞ്ഞൊഴുകുന്ന കനകക്കൊടിയായിട്ടാണ് ഈ പദ്യത്തിൽ ഗുരുദേവൻ ശിവനെ വാഴ്ത്തിയിരിക്കുന്നത്. മുക്തി എന്ന പദത്തിൻ്റെ വാഗർത്ഥം മോചനം എന്ന അജ്ഞാന നിഴൽ സ്പർശം പോലുമേശാത്ത ശുദ്ധജ്ഞാന സ്വരൂപതയാണ് തനിമുക്തി. അറിവിൻ്റെ നിരന്തരമായ പ്രഭാവ പെരുമയെ കനകലതയോട് ഉപമിക്കുന്ന ഔപനിഷദ കാവ്യശൈലിയാണ് ഗുരുദേവൻ ഈ പദ്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനപ്രഭാവിതമായ മനസ്സ്
പരിപക്വമായ ജ്ഞാനപ്പഴം പോലെ കിനിഞ്ഞു വരുമെന്നാണ് ഈ ഉപമയുടെ പൊരുൾ. ശൈവതത്വ പൊരുളിനെ ജ്ഞാനമയമാക്കി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നവന് കാമരസാനുഭൂതി നുകരാനുള്ള ആസക്തിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. അനങ്കൻ കാമദേവന്. ശിവന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവൻ അനങ്കനായി, അതായത് ശരീരമില്ലാത്ത അദൃശ്യ സ്വരൂപനായി സർവരുടെയും മനസ്സിൽ വർത്തിക്കുന്നു എന്നാണ് സങ്കല്പം. മനുഷ്യ മനസ്സിൽ വിഷയകാമനകൾ ഉണ്ടാക്കുന്ന ചോദനയെയാണ് കാമദേവനായി സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ചോദനയെ അമർച്ച ചെയ്യാൻ വിഷയാസക്തികളിൽ നിന്നുമുള്ള മോചനം അനിവാര്യമാണ്. ജ്ഞാനപ്രസാദമാണ് അതിനാവശ്യം. തനിമുക്തി പഴുത്ത് ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കടലേകുക നീ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഗുരുദേവൻ ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നത്. ശ്രദ്ധാപൂർവം ഈ വരികളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന പൊരുൾ വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നീ 4 പടികളാണ് ശിവോഹം എന്ന സാക്ഷാത്കാര പദവിയിലേക്ക് ഉയരാനായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. ലോകനത്തിലൂടെ, അതായത് ബാഹ്യനേത്രത്താലുള്ള നോട്ടത്തിലൂടെ ബിംബസ്വരൂപനായ ശിവനെ അറിയുന്ന ബോധവൃത്തിയാണ് സാലോക്യം. ശിവലിംഗവും ശിവവിഗ്രഹങ്ങളും ഋഷീശ്വരന്മാർ ഉൾക്കണ്ണിൽ ദർശിച്ച ശിവതത്വപ്പൊരുളിനെ പ്രതീകവൽക്കരിക്കുന്ന കാവ്യബിംബങ്ങളാണ്. ലോകത്തെ താങ്ങി നിർത്തുന്ന സൃഷ്ടിൽമുഖ സംഹാരാത്മകമായ ക്രിയാശക്തിയാണ് ശൈവതത്വപ്പൊരുൾ. ആ പൊരുളിനെ പ്രതീകവൽക്കരിക്കുന്ന ജ്യോതിർസ്തംഭമാണ് ശിവലിംഗം. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം എന്നാണ് ദർശനമാലയിൽ ഗുരുദേവൻ ശിവലിംഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അടിക്കു വന്നിപോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്തു, കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ, നടിച്ചിടും നമ ശിവായ നായക നമോ നമ എന്ന് സദാശിവ ദർശനം എന്ന കൃതിയിലും ശിവലിംഗ പൊരുളിനെ ഗുരുദേവൻ വാഴ്ത്തിയിട്ടുണ്ട്. ശിവതത്വപ്പൊരുളിനെ ബിംബവൽക്കരിച്ചിട്ടുള്ള അനേകം ശിവവിഗ്രഹങ്ങളുണ്ട്. ജടാധരനും ഗംഗാധരനും ചന്ദ്രകലാധരനും ശൂലപാണിയും കാളവാഹനനും ചുടലഭസ്മധാരിയും ശ്മശാനവാസിയും കപാലിയും സർപ്പവിഭൂഷിതനും പുലിത്തോൽ ഉടുത്തവനും ആനത്തോൽ പുതച്ചവനും ദിഗംബരനും നടരാജനും യോഗീശ്വരനും അർദ്ധനരീശ്വരനും ഒക്കെയായി വാഴ്ത്തപ്പെടുന്ന ശിവന്റെ താത്വിക പൊരുൾ ഗുഹനം ചെയ്യപ്പെട്ട ശിവവിഗ്രഹങ്ങളെ അവയവം പ്രതി ഇഴപിരിച്ചു വ്യാഖ്യാനിച്ചാൽ മാത്രമേ യഥാർത്ഥ ശിവസ്വരൂപം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള സാധനയുടെ 2ാമത് ഘട്ടമാണ് സാമീപ്യം. ലോകനവൃത്തിയിലൂടെ കണ്ടറിഞ്ഞ ശിവനെ ആലോകനവൃത്തിയിലൂടെ അടുത്തറിയുന്ന യോഗ സാധനയാണ് ശിവ സാമീപ്യം എന്നു സാരം. ഈ യോഗസാധനയുടെ 3ാമത് ഘട്ടമാണ് സാരൂപ്യം. രൂപം അഗ്നിഗുണമാണ്. ജ്ഞാനാഗ്നിയുടെ പ്രസാദത്താൽ ശിവദർശനം സാധിതമായി തീരുന്ന ആനുഭൂതിക നിലയായി ശിവസാരൂപ്യത്തെ മനസ്സിലാക്കാവുന്നതാണ്. ശിവയോഗ സാധനയിലെ 4ാമത്തെയും അവസാനത്തേതുമായ സാധന ഘട്ടമാണ് സായുജ്യം. സാ എന്ന അക്ഷരത്തിനിവിടെ അവൻ എന്നും അത് എന്നും 2 അർത്ഥതലങ്ങളുണ്ട്. ആരാണോ ശിവസായുജ്യ പദവി ലക്ഷ്യം വെച്ചുകൊണ്ട് ജ്ഞാനയോഗ സാധനയിൽ മുഴുകിയിരിക്കുന്നത് അവനാണ് സാ എന്ന അക്ഷരം കൊണ്ട് ജ്യോതിപ്പിക്കപ്പെടുന്ന അവൻ. യാതൊരു പൊരുളിനെയാണോ ശിവനായി ധ്യാനിക്കുന്നത് ആ പൊരുളാണ് സാ എന്ന അക്ഷരത്താൽ ജ്യോതിപ്പിക്കപ്പെടുന്ന അത്. ധ്യാനിക്കുന്നവനും ധ്യേയ വിഷയവും ധ്യാനവും ഒന്നായിത്തീരുന്ന
ആനുഭൂതിക നിലയാണ് സായുജ്യം. അവനും അതും എന്ന ഭേദമില്ലാതെ ശിവതത്വപ്പൊരുളും ശിവയോഗി ഒന്നായി വിലയിക്കുന്ന ആ സാധനാഘട്ടത്തിൽ ശിവോഹം എന്നും സർവം ശിവമയം എന്നും യോഗിയുടെ മനസ്സു മന്ത്രിക്കും. ആ മന്ത്രണം ആനുഭൂതിക സത്യമായി വിരാജിക്കുന്ന നിലയാണ് ശിവ സായുജ്യ പദസംപ്രാപ്തി. വാഗാതീതമായ ആ ആനുഭൂതിക നിലയിൽ എത്തിച്ചേരാനുള്ള ജ്ഞാനപ്രസാദത്തിനു വേണ്ടിയുള്ള നിർവ്യാജ പ്രാർത്ഥനയാണ് തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനക കൊടിയേ കടലേക്കുക നീ എന്ന വരികളിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവകൃതമായ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ പഠനം ഇവിടെ പൂർത്തിയാവും.